പ്രിയ വിദ്യാർത്ഥികളെ, ഹയർ സെക്കൻഡറി പഠനം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യേണ്ട സമയമായി. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ UG പ്രോഗ്രാം അല്ലെങ്കിൽ ഡിഗ്രിക്ക് അപേക്ഷ സ്വീകരിക്കുന്നത് 28/7/2020 മുതലാണ്. അതിൻ്റെ വിവിധ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഒരു ഡെമോ കാണിക്കുന്നുണ്ട്. ഇതുൾപ്പെടെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതിന് വളരെ സഹായകരമായിരിക്കും. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ UG പ്രോഗ്രാം അല്ലെങ്കിൽ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ വിശദാംശങ്ങളാണ് ഞാൻ പറയുന്നത്. ആദ്യം ഒരു ഇൻസ്ട്രക്ഷൻ തന്നതിന് ശേഷം ഇതിൻ്റെ ഡെമോ കാണിക്കുന്നതാണ്. ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഇത് എൻ്റർ ചെയ്യാനുള്ള സൈറ്റാണ്. ഈ സൈറ്റാണ് www.cap.mgu.ac.in www.cap.mgu.ac.in ഈ സൈറ്റാണ് നമുക്ക് ഡിഗ്രിക്ക് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൈറ്റ്. അപ്പോൾ ഈ പേരാദ്യം മനസ്സിലാക്കി വെച്ചേക്കുക. ഇവിടെ ആദ്യം ഈ സൈറ്റ് എടുത്തതിന് ശേഷം ഒരു അക്കൗണ്ട് ക്രിയേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അക്കൗണ്ട് ക്രിയേഷൻ ഇത് പൈസ അടയ്ക്കുന്നതല്ല. ഓരോ വ്യക്തിക്കും ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്ന ഓരോ കുട്ടിയുടേതായിട്ടുള്ളൊരു അക്കൗണ്ട് എടുക്കണം, ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തുകൊണ്ട്. അപ്പോൾ അതാണ് ആദ്യം ചെയ്യേണ്ടത്, അക്കൗണ്ട് ക്രിയേഷൻ. അപ്പോൾ സൈറ്റ് ഓപ്പൺ ചെയ്യുക, അക്കൗണ്ട് ക്രിയേഷൻ. അവിടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം വേണ്ട പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം. അത്യാവശ്യം വേണ്ട പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇനി അടുത്തത് ഓൺലി വൺ അക്കൗണ്ട് ക്യാൻ ബി ക്രിയേറ്റഡ് യൂസിങ് എ സിംഗിൾ മൊബൈൽ നമ്പർ. ഒരു സിംഗിൾ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഒരു അക്കൗണ്ട് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് നമ്മളോട് ആവശ്യപ്പെടും ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ. ഈ പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, വളരെ സീക്രട്ടായിട്ടുള്ള ഒരു ആണ്. അത് മറ്റാരെയും കാണിക്കരുത്. തുടർന്നുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ പാസ്വേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എഴുതിയിട്ടുണ്ട്. ദ പാസ്വേഡ് വിൽ ബി യൂസ്ഡ് ഫോർ all future online operations. The password created by the candidate should not be disclosed to others who may misuse it. നിങ്ങൾ ഉണ്ടാക്കുന്ന പാസ്വേഡ് യാതൊരു കാരണവശാലും മറ്റൊരാൾക്ക് കൊടുക്കരുത്. Then after successful creation of account will be provided a 6-digit application number starting with 1. ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ, അക്കൗണ്ട് ക്രിയേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. അതിന് ആദ്യത്തെ ലെറ്റർ അല്ലെങ്കിൽ ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ദ ആപ്ലിക്കേഷൻ വിൽ ഹാവ് ടു റിറ്റെയിൻ ദ കാൻഡിഡേറ്റ് ഫോർ ഓൾ ഫ്യൂച്ചർ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഓപ്പറേഷൻസ്. ഈ കിട്ടുന്ന ആപ്ലിക്കേഷൻ നമ്പർ കുറിച്ച് വെക്കുകയോ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുകയോ ചെയ്യണം. തുടർന്നുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ ആവശ്യമായിട്ടുണ്ട്. ദെൻ ഫിൽ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം, പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക് എലിജിബിലിറ്റി, ഓപ്ഷൻസ് കറക്റ്റ്ലി. 40 ഓപ്ഷൻസ് വരെ കൊടുക്കാം. നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഓപ്ഷൻ വിവരങ്ങൾ ഒക്കെ കൊടുക്കാനുള്ളൊരു പ്രൊവിഷനാണ് ഇനി വരുന്നത്. 40 ഓപ്ഷൻ വരെ കൊടുക്കാം. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ ആപ്ലിക്കേഷൻ ചാനൽ റെമിറ്റ് ദ ആപ്ലിക്കേഷൻ ഫീ. ഇനിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫീ ഓൺലൈനായിട്ട് അടയ്ക്കാനുള്ള ഒരവസരം കിട്ടുന്നത്. ദെൻ അതെങ്ങനെയാണെന്നുള്ളതാണ്. പേ ദ ആപ്ലിക്കേഷൻ ഫീ ബൈ ക്ലിക്കിംഗ് പേ നൗ. അപ്പോൾ അവിടെ പേ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അപ്പോൾ നിങ്ങൾക്കൊരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ഓപ്പൺ ചെയ്ത് വരും. അതിനകത്തിൽ ഡെബിറ്റ് കാർഡ്, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താം. ദെൻ ആഫ്റ്റർ റെമിറ്റിംഗ് ദ ഫീ ദ ആപ്ലിക്കൻ വിൽ ബി റീഡയറക്റ്റഡ് ബാക്ക് ടു ദി ആപ്ലിക്കേഷൻ പേജ്. ഫീ അടച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ ആപ്ലിക്കേഷൻ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. ദെൻ അവിടെ വെച്ചാണ് പിന്നീട് ഫോട്ടോ, സിഗ്നേച്ചർ, ഡിജിറ്റൽ കോപ്പീസ് ഓഫ് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്. നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, ഡിജിറ്റൽ കോപ്പീസ് ഓഫ് ദ സർട്ടിഫിക്കറ്റ്. ഈ വർഷം മുതൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡിജിറ്റൽ കോപ്പിയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഡിജിറ്റൽ കോപ്പി നിങ്ങൾക്ക് അവിടെ വെച്ച് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ വരും. ഇനി നിങ്ങൾ അടുത്ത ലാസ്റ്റ് ചെയ്യേണ്ടത് ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങളുടെ കൈവശം വെച്ച് വെക്കുക, ഫ്യൂച്ചർ റെഫറൻസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹാർഡ് കോപ്പീസ് ഓഫ് ദ ഫിൽഡ് ആപ്ലിക്കേഷൻ ഷാൽ നോട്ട് ബി സെൻറ്റ് ടു ദി യൂണിവേഴ്സിറ്റി. ഒരു കാരണവശാലും നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത ആപ്ലിക്കേഷൻ ഫോം യൂണിവേഴ്സിറ്റിക്ക് അയക്കേണ്ട. കാരണം നിങ്ങളുടെ കൈവശം വെച്ചിരുന്നാൽ മതി, ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കൊരു ഡെമോയിലൂടെ കാണിക്കാൻ പോവാണ്. സ്റ്റെപ്പ് 1 www.cap.mgu.ac.in ആ സൈറ്റ് ഓപ്പൺ ചെയ്യുക. സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അഡ്മിഷൻ ടു UG ഡിഗ്രി പ്രോഗ്രാം 2020-21 എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾ പ്രൊവൈഡ് ഓൾ ദ റിക്വയർഡ് ഫീൽഡ്സ്. ദർ ആർ 3 കാറ്റഗറീസ്: SC, ST, അതേഴ്സ് ആൻഡ് ലക്ഷദ്വീപ് മുസ്ലിംസ്. നിങ്ങൾ വായിച്ച് നോക്കിയാൽ അറിയാം. +2 രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ കൃത്യമായിട്ടുള്ള പേര്, നിങ്ങൾ ഒരു പാസ്വേഡ് കൊടുക്കുക.
ആ പാസ്വേഡ് നിങ്ങൾ കൺഫേം ചെയ്യണം. ഏത് ബോർഡാണ് പഠിച്ചത്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, വെരിഫിക്കേഷൻ, ഇത് നിങ്ങൾ ഈ കാണുന്ന ക്യാപ്ച, ഇതിനെ ക്യാപ്ച എന്നാണ് പറയുന്നത്. ഈ ക്യാപ്ച നിങ്ങൾ ടൈപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റ് അക്കൗണ്ട്, അവിടെയാണ് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ മുമ്പേ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അക്കൗണ്ട് ക്രിയേഷനാണ്. അപ്പോൾ ഇത്രയും ഡേറ്റ നിങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ പേരിലൊരു അക്കൗണ്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ക്രിയേറ്റഡ് ആകും. രണ്ടാമത്തെ സ്റ്റെപ്പ്, കൺഫർമേഷൻ ഓഫ് ദി അക്കൗണ്ട് ക്രിയേഷൻ. നോട്ട് ഡൗൺ ദ ആപ്ലിക്കേഷൻ നമ്പർ. ഈ അക്കൗണ്ട് നമ്പർ നിങ്ങൾ കൺഫേം ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും, അത് എഴുതിയെടുത്ത് വെക്കണം. പ്രൊസീഡ് ടു ഫിൽ ദ പേഴ്സണൽ അക്കാഡമിക് ഡീറ്റെയിൽസ് ആസ് ഷോൺ. എന്നിട്ട് നിങ്ങളോട് ആവശ്യപ്പെടും നിങ്ങളുടെ പേഴ്സണൽ, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിൽസും നിങ്ങളുടെ അക്കാഡമിക്കലായിട്ടുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾ കൃത്യമായ രീതിയിൽ ഫില്ല് ചെയ്യണം. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ഫില്ല് ചെയ്യുക. അതായത് കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. നിങ്ങളുടെ പേര്, ബാക്കി ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ മുമ്പേ കൊടുത്തതൊക്കെ വരും. ബാക്കി കുറേ കാര്യങ്ങളോട് വരും. നിങ്ങളുടെ മാർക്കുകൾ റൈറ്റ് സൈഡിൽ ഡിസ്പ്ലേ ചെയ്ത് വരും. ഏതൊക്കെയാണ് സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചത് അതിൻ്റെ റൈറ്റ് സൈഡിൽ മാർക്ക് ടൈപ്പ് ചെയ്യണം. അതിനുള്ള അവസ്ഥകളൊക്കെ ഉണ്ട്. ഇത് സേവ് ചെയ്യണം. സേവ് ചെയ്യണം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറൊക്കെ ജനറേറ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷനാണ് വരുന്നത്. ചൂസ് പ്രോഗ്രാംസ് ഓഫ് യുവർ ചോയ്സ്. ഇവിടെയാണ് നിങ്ങൾ കോമ്പിനേഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നത്. കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ആഡ് മോർ ഓപ്ഷൻ. കൂടുതൽ ഓപ്ഷനിലേക്ക് വേണമെങ്കിൽ ആഡ് മോർ ഓപ്ഷൻ. നിങ്ങൾക്ക് ഒരു കോളേജിൽ ചിലപ്പോൾ 2-3 കോളേജ് സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ കോഴ്സിൻ്റെ ഓപ്ഷൻ കൊടുക്കാം. അടുത്ത കോളേജ് 3 എണ്ണം. ഇനി എത്ര ഓപ്ഷൻ, 40 ഓപ്ഷൻ വരെ കൊടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് സ്വാശ്രയ കോളേജും ഉണ്ട് ഗാന്ധി യൂണിവേഴ്സിറ്റിക്ക്, എല്ലാ യൂണിവേഴ്സിറ്റിക്കും ഉണ്ട്. അപ്പോൾ ഇവിടെ പിങ്ക് കളറിൽ വരുന്നതെല്ലാം സെൽഫ് ഫിനാൻസിങ് ആയിരിക്കും. നിങ്ങൾ ഓരോ കോളേജും സെലക്ട് ചെയ്യുമ്പോൾ അത് പിങ്ക് നിറത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് സെൽഫ് ഫിനാൻസിങ് കോളേജ് ആയിരിക്കും. അവിടെ പ്രത്യേക തരത്തിലുള്ള ഫീസൊക്കെയാണ്, അതുകൊണ്ടാണ് അത് പിങ്ക് നിറത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സ്വാശ്രയം വേണ്ട, എയ്ഡഡ് ഗവൺമെൻറ് കോളേജ് മതിയെങ്കിൽ അത് മാത്രം നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിങ്ക് വരികയാണെങ്കിൽ ഓർത്തോണ്ട് സെൽഫ് ഫിനാൻസിങ് ആണ്, അവിടെ ഫീസ് കൂടുതലായിരിക്കും. അഡ്മിഷൻ കിട്ടിയേക്കാം, ഫീസ് കൂടുതലായിരിക്കും. സേവ് ഓപ്ഷൻ കൊടുക്കുക. റെമിറ്റ് ദ ഫീസ് ത്രൂ ദ ഓൺലൈൻ പേയ്മെൻറ്റ് ഗേറ്റ് വേ. ഇനിയാണ് നമ്മൾ ഫീസ് അടയ്ക്കുന്നതിനുള്ള പേയ്മെൻറ്റ് ഗേറ്റ് വേ വരുന്നത്. അത് ഫീസ് അടയ്ക്കാനുള്ളൊരു പ്രൊവിഷൻ വരും. നിങ്ങൾ ഫീസ് അടയ്ക്കുക. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഇങ്ങനെ ഒരു പേ നൗ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്ലോഡ്, അത് നിങ്ങൾ പേ ചെയ്യും. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടോ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടോ ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴി നിങ്ങൾക്ക് ഫീസ് പറയുന്നത് അടയ്ക്കാൻ 750 രൂപയാണ് അടയ്ക്കേണ്ടത്. എമൗണ്ട് ടു ബി പെയ്ഡ് 750 രൂപ അടയ്ക്കണം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്ലോഡ് ദ സർട്ടിഫിക്കറ്റ് ഇൻ PDF ഫോർമാറ്റ് നോട്ട് എക്സീഡിങ് 200 KB, 200 കിലോബൈറ്റ്സിൽ താഴെയായിരിക്കണം. ഫോട്ടോ ആൻഡ് സിഗ്നേച്ചറിൻ JPG ഫോർമാറ്റ് നോട്ട് എക്സീഡിങ് 50 KB, 50 KBയിൽ കൂടുതൽ. ഈ സൈസ് കൃത്യമായിട്ട് ഓർത്തണം. സൈസ് കൂടിയാൽ ഒരുപക്ഷെ ഇത് അപ്ലോഡിങ് നടക്കില്ല. അതുകൊണ്ട് സൈസ് ഇത്തരത്തിലുള്ള സൈസിലുള്ള നിങ്ങളുടെ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ ഫോട്ടോയുടെയും സിഗ്നേച്ചറും ആദ്യമേ തന്നെ നിങ്ങൾ ഇത് ഈ വലിപ്പത്തിൽ സ്കാൻ ചെയ്തെടുത്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഒരു ഫോൾഡറിൽ സൂക്ഷിച്ച് വെച്ചേക്കണം. അവിടെ നിന്ന് വേണം നിങ്ങളെടുക്കാൻ. ആദ്യം ആ സ്റ്റെപ്പ് അങ്ങ് ചെയ്യണം. ഇത് ഈ ഒരു ഫോർമാറ്റിൽ സൈസിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഒരു ഫോൾഡറിൽ ഇത് സൂക്ഷിച്ച് വെച്ചേക്കണം. അവിടെ നിങ്ങൾ ഇത് വരുന്നുണ്ടെങ്കിൽ ബ്രൗസ് ചെയ്ത് നിങ്ങൾക്ക് ആ ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ സാധിക്കും. സ്റ്റെപ്പ് 7, സ്ക്രീൻ സെഗ്മെൻറ്റ്സ് ആൻഡ് ഫൈനൽ സബ്മിഷൻ. ഇവിടെയാണ് നിങ്ങൾ എല്ലാ സബ്മിഷൻ നടത്താൻ പോകുന്നത്. ഫൈനൽ ഡീറ്റെയിൽസ് പ്രൊവൈഡഡ് ക്യാൻ ബി പ്രിവ്യൂഡ് ആൻഡ് എഡിറ്റഡ് ബിഫോർ ഫൈനൽ സബ്മിഷൻ. ഇവിടെ ഒരു പ്രൊവിഷനുണ്ട്. നിങ്ങൾ എൻ്റർ ചെയ്ത ഡേറ്റ തെറ്റാണെന്ന് അല്ലെങ്കിൽ ശരിയാണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നിങ്ങൾക്ക് ഒരു അവസരം കൂടി തരുന്നു. എഡിറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇവിടെ എന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മെനുവിലേക്ക് പോയി നിങ്ങൾക്ക് തിരുത്താനുള്ളൊരവസരമുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞ് ഫൈനൽ സബ്മിഷനാണ്. ഫൈനൽ സബ്മിഷൻ നടത്തിയാൽ പിന്നെ നിങ്ങൾക്ക് എഡിഷൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുക. സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ. നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ലളിതമായ രീതിയിൽ നിങ്ങളുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ. ഇനി ഞാൻ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളുണ്ടെന്ന് ജസ്റ്റ് ചെറിയ രീതിയിൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ വരുന്ന പ്രധാനപ്പെട്ട കോളേജുകളെ പറ്റി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അവിടെ വിവിധ തരത്തിലുള്ള സ്ട്രീമുണ്ട്. ഗവൺമെൻറ് കോളേജുണ്ട്, എയ്ഡഡ് കോളേജുണ്ട്, എയ്ഡഡ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി കോളേജുണ്ട്, എയ്ഡഡ് ഫോർവേഡ് കമ്മ്യൂണിറ്റി കോളേജുണ്ട്, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഹെഡിലാണുള്ളത്. ഗവൺമെൻറ് കോളേജ് ഉള്ളത് പ്രധാനമായിട്ടും ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എലന്തൂർ പത്തനംതിട്ട, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വൈപ്പിൻ എറണാകുളം, ദെൻ തൃപ്പൂണിത്തുറ, ശാന്തൻപാറ, കട്ടപ്പന, മൂന്നാർ, നാട്ടകം, തൃപ്പൂണിത്തുറ, മണികുന്നം, TM ജേക്കബ് മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ്, മണിമലക്കുന്ന്. ഇത്രയും സ്ഥലത്ത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ഗവൺമെൻറ് കോളേജസാണ്.
ഇനി ഇവിടെ എയ്ഡഡ് കോളേജുണ്ട്. കൊച്ചിൻ കോളേജ് കൊച്ചിൻ, DB പമ്പ കോളേജ് പരിമല, ദേവസ്വം ബോർഡ് കോളേജ് തലയോലപ്പറമ്പ്, PRDS കോളേജ് ഓഫ് ആർട്സ് തൃക്കോടിത്താനം, ശ്രീ ശബരീഷ് കോളേജ് മുണ്ടക്കയം, സെൻറ്റ് സേവിയേഴ്സ് കോളേജ് വൈക്കം. ഇത് എയ്ഡഡ് കോളേജാണ്. എയ്ഡഡ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൻ്റെ ഉണ്ട്. എൽ അമീറ കോളേജ് ഇടത്തല, അക്വിനാസ് ഇടക്കൊച്ചിൻ, MES കോളേജ് മരമ്പള്ളി, MES കോളേജ് നെടുങ്കുന്നം, സഹോദരൻ അയ്യപ്പൻ സ്മാരക കോളേജ് കോന്നി, SNM കോളേജ് മാലിയങ്കര PO, ശ്രീനാരായണ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കുമരകം, ശ്രീനാരായണ ട്രസ്റ്റ് ഇടുക്കി, സെൻറ്റ് പോൾസ് കോളേജ് കളമശ്ശേരി, സെൻറ്റ് സേവിയേഴ്സ് കോളേജ് ഫോർ വുമൺ ആലുവ. ഇതുപോലെയൊക്കെ എയ്ഡഡ് ഫോർവേഡ് കമ്മ്യൂണിറ്റീസിനും കോളേജുണ്ട്. ധാരാളം കോളേജുണ്ട്. അൽഫോൺസ കോളേജ് പാല, BCM കോളേജ് കോട്ടയം, ബെസേലിയസ് കോളേജ് പിറവം, ബെസേലിയസ് കോളേജ് കോട്ടയം, ഭാരത് മാതാ കോളേജ് തൃക്കാക്കര, ബിഷപ്പ് എബ്രഹാം മെമ്മോറിയൽ കോളേജ് തുരുത്തിക്കാട്, ബിഷപ്പ് കുര്യാച്ചേരി കോളേജ് ഓഫ് വിമൻ അമലഗിരി, കാതലിക്കറ്റ് കോളേജ് പത്തനംതിട്ട, ദേവമാതാ കോളേജ് കുറവിലങ്ങാട്, ഹെൻറി ബേക്കർ കോളേജ് മേലുകാവ്, കുര്യാക്കോസ് ഏലിയ സ്കൂൾ മാന്നാനം, കുര്യാക്കോസ് ക്രീസ് പാമ്പാടി, മാർത്തോമ കോളേജ് പെരുമ്പാവൂർ, മാർത്തോമ കോളേജ് തിരുവല്ല, മോർണിംഗ് സ്റ്റാർ കോളേജ്, അങ്ങനെ ധാരാളം കോളേജുകൾ, സെൻറ്റ് തോമസ് കോളേജ് പാല, സെൻറ്റ് അലോഷ്യസ് കോളേജ് എടത്വ. ഇതിനകത്ത് നിങ്ങൾക്ക് ലിസ്റ്റ് നോക്കി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എയ്ഡഡ് ഫോർവേഡ് കമ്മ്യൂണിറ്റി കോളേജ് കാണാനായിട്ട് സാധിക്കും. അടുത്തൊരു ഗ്രൂപ്പാണ് സെൽഫ് ഫിനാൻസിങ് കോളേജ്. ഇവിടെ സ്വാശ്രയ കോളേജാണ്. ധാരാളം കോളേജുകൾ നിങ്ങൾക്ക് ഉണ്ട്. ഇത് നിങ്ങളുടെ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആ സൈറ്റിനകത്ത് നിങ്ങൾക്ക് ഈ കോളേജിനെ പറ്റി വിശദമായിട്ടുള്ള ഒരു വിവരം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ തരത്തിൽ നിങ്ങൾ കോളേജ് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് കോളേജാണെന്ന് സെലക്ട് ചെയ്യുക. അവിടുത്തെ കോഴ്സുകൾ ഓട്ടോമാറ്റിക് ഡിസ്പ്ലേ ചെയ്ത് വരും. ഈ കോഴ്സിനെ പറ്റിയ ധാരണ ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുക. നിങ്ങൾക്കത് വളരെ സഹായകരമായിരിക്കും. നിങ്ങളത് പൂർണ്ണമായിട്ടും ആ വീഡിയോ കണ്ടാൽ ഏതൊക്കെ കോഴ്സ് ഉണ്ടെന്നൊരു അവയർനെസ് കിട്ടും. ഓരോ കോളേജിലും ഉള്ളത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സഹായകമാണെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു ബെൽ ബട്ടൺ കാണും, പ്രസ് ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. താങ്ക് യു.